ഹലോ, നമുക്ക് ടേബിളൊന്ന് ഡെക്കറേറ്റ് ചെയ്താലോ? കുറേ നാളായി വിചാരിക്കുന്നു ഒരു ടേബിൾ റണ്ണർ ഉണ്ടാക്കാമെന്ന്. ആക്ച്വൽ സ്റ്റാൻഡേർഡ് സൈസിലൊന്നും അല്ല ഞാൻ ഉണ്ടാക്കുന്നത്, പക്ഷേ കുറച്ച് ഒന്ന് ഇസ്തറ്റിക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയ വല്ല കട്ടില്ലാത്ത ത്രെഡാണ് കേട്ടോ എൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഫസ്റ്റ് ഏതെങ്കിലും ഒരു വടി എടുക്കുക. വടിയുമേ നമുക്ക് വേണ്ട ഒരു വിട്ടിൽ ഇങ്ങനെ നോർമലായിട്ട് നമുക്ക് പിന്നീട് അഴിക്കാവുന്ന രീതിയിൽ കെട്ടി വയ്ക്കാം. കെട്ടി വെച്ചിട്ട് നല്ല ലെങ്ത്തിലുണ്ടല്ലോ കയറെടുത്തേക്കുന്നത് നമ്മുടെ ത്രെഡ്, അതിൻ്റെ എൻഡ് നമുക്ക് കെട്ടി വെക്കണം ആദ്യം. അല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ നോട്ട് ഇടുമ്പോൾ അതത്രയും ഇത്ര ത്രെഡ് കുറേ വലിക്കാൻ എളുപ്പമല്ല. അപ്പോൾ അടിഭാഗം ഒന്ന് കെട്ടിയിട്ട് വെക്കാം, എന്നിട്ട് ഇങ്ങനെ സ്ക്വയർ നോട്ട് ഇടാം. ഈ നോട്ടിടുന്നത് ഞാൻ മുന്നേ ഓൾറെഡി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടുതലും ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതിയായിരിക്കും ബേസിക് സ്ക്വയർ നോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ദാ അങ്ങനെ നമ്മുടെ ടേബിളിൻ്റെ ലെങ്ത് വൈസ് കവർ ചെയ്യണം. പിന്നെ താഴോട്ട് കുറച്ച് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ആണ് ഇപ്പോൾ എൻ്റെ ടേബിളിൻ്റെ അളവിൽ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അതിനേലും കുറച്ച് എക്സ്ട്രാ എടുത്തോ, അതായിരിക്കും നല്ലത്. ഇടയിൽ വെച്ചിട്ട് വേറെ ഇത് ജോയിൻ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെ ഇരുന്നും കിടന്നും തലകുത്തിയൊക്കെ ഞാൻ എന്താ ലെങ്ത്ത് വൈസ് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എഡ്ജ് നമുക്ക് അങ്ങനെ റോ ആയിട്ട് ഇടുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ അതും നമുക്ക് കുറച്ച് എസ്തറ്റിക് ആക്കാം. അപ്പം അതിന് വേണ്ടി ഇതാ ഒരു ടാസൽ ഉണ്ടാക്കുന്നത്, ഒരു സിമ്പിളായിട്ടൊരു ടാസൽ. അപ്പോൾ ഇതാ കയ്യിൽ ഞാനൊരു 10-12 വട്ടം ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഒരു ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കെട്ടി ഒരു 2-3 വട്ടം കുറച്ച് കെട്ടിട്ടോ, കുഴപ്പമില്ല, അതിന് വേറെ ചിലവില്ലല്ലോ. അങ്ങനെ കെട്ടിയിട്ട് ഇത് എൻ്റെ കുറച്ച് ബീഡ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് ടൈറ്റാക്കുക ആ ബീഡ്സിൻ്റെ ഉള്ളിൽ ആ ത്രെഡിൻ്റെ സ്റ്റാർട്ടിങ് കയറി നിൽക്കുന്നവർക്ക്. എന്നിട്ട് നമുക്ക് ഈ എഡ്ജ് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ഒരു സൈഡിൽ 8 മറ്റേ സൈഡിൽ 8. അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ടാസലൊക്കെ സെറ്റായി. ഇനി നമുക്ക് എൻഡിൽ ജോയിൻ ചെയ്യാം. നമുക്കിങ്ങനെ വെച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി, അത് അവിടെ ഇരുന്നോളും. പിന്നെ വലിയ ഹെവി ആയിട്ടുള്ളതല്ലല്ലോ നമ്മൾ ചെയ്തത്, സിമ്പിളായിട്ടുള്ളതല്ലേ. ഇതേപോലെ നമുക്ക് ഫുള്ളും കെട്ടിയെടുക്കാം. എന്നിട്ട് ആ നോട്ടൊന്നും ഉള്ളിലേക്ക് തിരികെ വെച്ചാൽ മതി കേട്ടോ, അതവിടെ ഇരുന്നോളും. അങ്ങനെ അപ്പോൾ അതൊക്കെ ചെയ്തു. ഇങ്ങനെ ഇരിക്കും ഒരു സൈഡ്. ഇതേപോലെ മറ്റേ സൈഡിലും നമുക്ക് ചെയ്തെടുക്കാം. ബാക്ക്ഗ്രൗണ്ടിലൊരു പൂച്ചയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കേൾക്കാം. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്തെടുത്തത്. കുറച്ചധികം സമയം എടുത്തു, കാരണം ഇത് ചെറിയ ത്രെഡായതുകൊണ്ട്. വലുതാണെങ്കിൽ വേഗം വേഗം കെട്ടിത്തീരുമല്ലോ. ചെറുതായതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ വെച്ചേക്കുന്നത്. ഇനി അതിനെ കുറച്ച് എസ്തറ്റിക് ആക്കണ്ടേ നമുക്ക്. അപ്പം അതിന് വേണ്ടി കിട്ടിയ ഭരണിയിലെല്ലാം ചെടിയൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ബൈ.